ലഹരി ഉപയോഗം, അക്രമം എന്നിവയുടെ പേരിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ആവേശം ഉൾപ്പെടെയുള്ള സിനിമകളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ഹൈബ്രിഡ് കഞ്ചാവുമായി എക്സൈസ് പിടിച്ചു. മലയാള ചിത്രങ്ങളിലെ മേക്കപ്പ് മാൻ RG വയനാടൻ എന്നറിയപ്പെടുന്ന രഞ്ജിത്ത് ഗോപിനാഥാണ് കഞ്ചാവുമായി പിടിയിലായത്. വാഹന പരിശോധനയ്ക്കിടെ ഇന്ന് പുലർച്ചെയാണ് മൂലമറ്റം എക്സൈസ് ഇൻസ്പെക്ടർ അഭിലാഷും സംഘവും ചേർന്ന് രഞ്ജിത്തിനെ പിടികൂടിയത്. എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് ദൗത്യത്തിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ ഇയാളിൽ നിന്ന് 45 ഗ്രാം കഞ്ചാവ് കണ്ടെത്തി. പൈങ്കിളി, സൂക്ഷ്മദർശിനി, രോമാഞ്ചം, ജാനേമൻ തുടങ്ങിയ ചിത്രങ്ങളിലും രഞ്ജിത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. കുറച്ചു കാലങ്ങളെ ആയുള്ളൂ മലയാളികൾ ഹൈബ്രിഡ് കഞ്ചാവിനെ കുറിച്ച് കേട്ടു തുടങ്ങിയിട്ട്. കൃത്യമായി പറഞ്ഞാൽ സെപ്റ്റംബർ 2024 എറണാകുളം റൂറൽ പോലീസിന് കർണാടക പോലീസിൽ നിന്നും ഒരു സന്ദേശം ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആദ്യ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ട. കുടക് മേഖലയിൽ നിന്നും കഞ്ചാവ് പിടികൂടിയ സംഭവത്തിലെ പ്രതിയെന്ന് സംശയിക്കുന്ന കാസർഗോഡ് സ്വദേശിയായ മഹ്റൂബ് എറണാകുളത്തുണ്ടെന്നായിരുന്നു സന്ദേശത്തിന്റെ ഉള്ളടക്കം. അയാൾ വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ട് എന്നും കർണാടക പോലീസ് കേരള പോലീസിനെ അറിയിച്ചു. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എറണാകുളം റൂറൽ പോലീസ് മേധാവി വൈഭവ് സക്സേന മഹ്റൂഫിനെ കണ്ടെത്താൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയും ചെയ്തു. തൊട്ടടുത്ത ദിവസം ബാങ്കോക്കിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ മഹ്റൂഫ് പിടിയിലായി. ഈ സംഭവം കേരള പോലീസിന് മുന്നിൽ ഹൈബ്രിഡ് കഞ്ചാവ് എന്നൊരു ലഹരി വസ്തു സംബന്ധിച്ച വിവരം കൂടിയായിരുന്നു തുറന്നിട്ടത്. കുടകിൽ 3.31 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് കണ്ടെടുത്ത കേസിലെ മുഖ്യപ്രതിയായിരുന്നു മഹ്റൂഫ്. ബാങ്കോക്കിൽ നിന്നും ഹൈബ്രിഡ് കഞ്ചാവ് കുടകിലെത്തിക്കുകയും പിന്നീട് രാജ്യത്തിലെയും വിദേശത്തെയും വിവിധ കേന്ദ്രങ്ങളിലേക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്നത് മഹ്റൂഫും സംഘവുമായിരുന്നു. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം സെപ്റ്റംബർ 2024 മുതൽ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് മാത്രം 70.5 കിലോഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് പിടികൂടിയത്. 13 പേരാണ് 7ഓളം കേസുകളുമായി പിടിയിലായത്. ഇതിനിടെ കൊച്ചിയിൽ ഇന്റർനാഷണൽ പോസ്റ്റ് ഓഫീസിൽ നിന്നും 1 കിലോ ഹൈബ്രിഡ് കഞ്ചാവും കണ്ടെത്തി. കാക്കനാട് സ്വദേശിയുടെ വിലാസത്തിലായിരുന്നു കഞ്ചാവ് എത്തിയത്. ഇതുവരെയുള്ള എല്ലാ കേസുകളുടെയും മറ്റേ അറ്റം ബാങ്കോക്കിലെത്തി നിൽക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. എന്താണ് ഹൈബ്രിഡ് കഞ്ചാവ്? ഹൈഡ്രോപോണിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വളർത്തിയെടുക്കുന്നതാണ് ഹൈബ്രിഡ് കഞ്ചാവ്. മണ്ണില്ലാതെ പോഷക സമ്പുഷ്ടമായ ലായനിയിൽ സസ്യങ്ങൾ വളർത്തുന്ന ഒരു രീതിയെയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. പോഷകങ്ങളുടെ അളവ്, pH മൂല്യം, വെളിച്ചം തുടങ്ങിയ ഘടകങ്ങളുടെ കൃത്യമായ നിയന്ത്രണമാണ് ഇതിന്റെ അടിസ്ഥാനം. ചെടികളുടെ വേഗത്തിലുള്ള വളർച്ച, ഉയർന്ന വിളവ് എന്നിവയും ഈ രീതിയിൽ ലഭ്യമാകുന്നു. ഈ രീതിയിൽ വളർത്തുന്ന കഞ്ചാവ് ഗുണനിലവാരം കൂടുതലായിരിക്കും എന്നുമാണ് വിലയിരുത്തപ്പെടുന്നത്. കൃത്രിമ വെളിച്ചത്തിൽ അടച്ചിട്ട എയർ കണ്ടീഷൻ ചെയ്ത മുറികളിലാണ് ഹൈഡ്രോ കഞ്ചാവ് വളർത്തുന്നത്. ഹൈഡ്രോപോണിക് കഞ്ചാവ് ഗുണനിലവാരത്തിൽ മികച്ചതാണെന്നും ഇന്ത്യയിൽ കാണപ്പെടുന്ന സാധാരണ കഞ്ചാവിനേക്കാൾ തീവ്രമായ ഗന്ധമുണ്ടെന്നും കണക്കാക്കപ്പെടുന്നു. ഹൈബ്രിഡ് കഞ്ചാവ് കണ്ടെത്തുന്ന സമയത്ത് പലപ്പോഴും വിമാനത്താവളത്തിന്റെ അറൈവൽ ടെർമിനലിൽ അതിന്റെ ഗന്ധം നിറയാറുണ്ട് എന്ന് കൊച്ചി വിമാനത്താവളത്തിലെ ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്. ഇത്തരം സവിശേഷതകളാണ് ഹൈഡ്രോ കഞ്ചാവിന് വില കൂടുതലെങ്കിലും ആവശ്യക്കാർ ഏറെയുള്ളതാക്കുന്നതെന്നാണ് കൊച്ചിയിലെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഉദ്യോഗസ്ഥൻ പറയുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും ഹൈഡ്രോ കഞ്ചാവിന് ഡിമാൻഡ് കൂടുതലാണെന്നും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു. ഉയർന്ന നിലവാരമുള്ള ഹൈഡ്രോ കഞ്ചാവിന് കിലോഗ്രാമിന് 60 ലക്ഷം മുതൽ 80 ലക്ഷം വരെ വിലയാണുള്ളത്. എന്തുകൊണ്ടാണ് ഹൈബ്രിഡ് കഞ്ചാവ് കേസുകൾ പിടിക്കപ്പെടുമ്പോൾ അങ്ങേയറ്റം ബാങ്കോക്കിൽ എത്തി നിൽക്കുന്നത്? ഇനി അതേക്കുറിച്ചാണ് പറയുന്നത്. കഞ്ചാവ് നിയമവിധേയമാക്കിയ ആദ്യ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യമാണ് തായ്ലാന്റ്. മെഡിക്കൽ ആവശ്യങ്ങൾക്കായാണ് തായ്ലാന്റ് ഇത്തരത്തിലൊരു ആവശ്യം 2018 മുതൽ കൈക്കൊണ്ടത്. പിന്നാലെ 2022 കഞ്ചാവ് കൃഷി പരിപോഷിപ്പിക്കാനുള്ള നടപടികളും തായ്ലാന്റ് അങ്ങ് ആരംഭിച്ചു. കൃഷി വ്യാപിപ്പിക്കാൻ വീടുകളിൽ കഞ്ചാവ് ചെടികൾ വിതരണം ചെയ്യാൻ പോലും തായ്ലാന്റ് ആരോഗ്യ വകുപ്പിന് പദ്ധതി ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതിന് പിന്നാലെയാണ് തായ്ലാന്റിൽ ഹൈഡ്രോപോണിക് കൃഷിയുടെ വർധനവുണ്ടായത്. ഇതോടെ ഇന്ത്യയിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും കള്ളക്കടത്തായി എത്തുന്ന ഹൈഡ്രോ കഞ്ചാവിന്റെ പ്രധാന ഉറവിടമായി ബാങ്കോക്ക് മാറുകയായിരുന്നു. ഹൈബ്രിഡ് കഞ്ചാവിന്റെ വർദ്ധിച്ചു വരുന്ന ലഭ്യത ഇന്ത്യയിലെ മയക്കുമരുന്ന് വിപണിയിലെ അതിന്റെ ആവശ്യകത വർദ്ധിപ്പിക്കാനും ഇടയാക്കി. കള്ളക്കടത്തും പ്രാദേശിക കൃഷിക്കും വഴിയൊരുക്കുമെന്നും ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ സാഹചര്യം തടയുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. സംസ്ഥാനത്തും ദേശീയ തലത്തിലുമുള്ള എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ കള്ളക്കടത്ത് സംഘങ്ങളെക്കുറിച്ചും ഹൈബ്രിഡ് കഞ്ചാവിന്റെ വിൽപ്പന കണ്ടെത്തുന്നുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. ലഹരി ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന സുഖം നൈമിഷികം മാത്രമാണ്. എന്നാൽ അതിലൂടെ കുടുംബത്തിനും സമൂഹത്തിനും നൽകുന്നത് ഒരു ആയുഷ്കാലത്തിന്റെ വേദനയും വിപത്തുമാണ്. ലഹരിയോട് നോ പറയാൻ നമുക്ക് ധൈര്യമുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ ഹീറോയിസം.